ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും വൃക്കരോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂറിനിൽ പത കാണുന്നത് അതൊരു വൃക്കരോഗത്തിൻ്റെ ലക്ഷണമായിട്ട് കാണേണ്ടതുണ്ടോ? ആളുകളുടെ ഇടയിൽ മൂത്രത്തിലെ പതയെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം യൂട്യൂബ് ചാനൽസിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം വരുന്ന വീഡിയോകളിലെല്ലാം നമ്മൾ പൊതുവെ കേൾക്കുന്നത് മൂത്രത്തിൽ പതയെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പതയും ഒരു അപകട കാരണമല്ല. മൂത്രത്തിൽ ഒന്നെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ ധാരാളമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മൂത്രത്തിന് പതയ്ക്ക് ഒരു റെലവൻസ് ഉള്ളൂ. അതായത് ആ പ്രസക്തി, മൂത്രത്തിലെ പതയുടെ പ്രസക്തി മൂത്രത്തിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതില്ലാത്തടത്തോളം പതയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രസക്തി ഇല്ല. അപ്പോൾ നമ്മളുടെ പുതുതായിട്ട് ഒരു മൂത്രത്തിൽ പത കാണുന്നവർ അവരുടെ മൂത്രം ടെസ്റ്റ് ചെയ്ത് ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ നഷ്ടമാവുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് പുതുതായിട്ട് പത കാണുന്നവർ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ. ഇത്തരം മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്ത് ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല.